3-4 ദിവസമായില്ലായിരുന്നു അയാളും തെരഞ്ഞെടുക്കണ നമ്മള്. എന്താ പറ്റിയ അയാൾക്ക്? ആളല്ലേ ഇവിടെ ഇരിക്കണ എല്ലാം എന്തേ നിങ്ങള് എന്താ നിങ്ങൾക്ക് എന്ത് പറ്റി? 2-3 ദിവസമായില്ലേ നമ്മള് തെരഞ്ഞെടുക്കും നിങ്ങളെ. എന്താ നിങ്ങളെ പ്രശ്നം? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. നിങ്ങൾക്ക് നമ്മളോട് വിളിച്ചു പറഞ്ഞൂടെ? നാട്ടുകാർക്ക് പറയാൻ പറ്റിയ ഒരു പ്രശ്നമല്ല. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് പിടിച്ചുകൊണ്ട് വെക്കാം. ഇതിന്റെ മുന്നേ നിങ്ങൾ പറഞ്ഞു ലേശം ഉണ്ടെന്ന്. അന്നേരം ഒന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഇപ്പം കുറെ കൂട്ടുകെട്ടെല്ലാം കൂടി ഒരുപാടായിപ്പോയി. എനിക്കും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല. ഇതെല്ലാം ചെയ്യാൻ ഒരു എന്റെ അവസ്ഥ അതാ. അതുകൊണ്ട് ഞാൻ പണിക്ക് വരാണ്ടായിപ്പോയി. അത് ശരി. നമ്മൾ ഇന്ന് വരും നാളെ വരും വിചാരിച്ച് ലാസ്റ്റ് പറ എല്ലാ പണിക്കാരെയും നമ്മൾ വന്നതാ. നിങ്ങൾ തെരഞ്ഞു വന്നതാ. ഹോസ്പിറ്റലിൽ ആരും നിൽക്കാൻ സമ്മതിക്കുന്നില്ല. എന്റെ അമ്മ ഒപ്പം നിന്നിട്ട് അമ്മ അടിച്ച് വായിച്ചു എന്നെ പിടിച്ചടിച്ച്. ഈ ചങ്ങായിക്ക് ഇതെവിടുന്നാ കിട്ടുന്ന ഈ സാധനം? ഗണേശെ ഓൺലൈനിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഗണേശൻ ഓന് ഇതിന്റെ മുന്നേ ഉണ്ണേട്ടാ നമ്മൾ ഇതിന്റെ മുന്നേ ഓനെ ശരിയാക്കിയില്ലേനോ? നിങ്ങൾക്ക് ഓർമ്മല്ലേ? നിങ്ങൾ കാര്യം ചെയ്യ്, നിങ്ങൾ ബസ് വന്നാൽ കയറി പോയിക്കോളി. നമ്മൾ ഓനൊന്ന് കണ്ടുവരട്ടെ. ഗണേശന ഓൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എന്റെ ഇഷ്ട എന്റെ താവളതാണല്ലേ കള്ള നായി. എടോ എത്ര കുടുംബം എന്നെ കൊണ്ട് കഷ്ടപ്പാടായില്ലേ ആയി. എന്തായിരുന്നു എന്താ ഈ വിറ്റ് നടക്കണത്? എന്താ ഈ ഇവിടെ ചെയ്യുന്നത്? ഞാനും മരുന്ന് വെക്കുന്നു. മരുന്ന് എനിക്ക് വേറെ പണിയെടുക്കാം. ആസ്പത്രിയിലെ മരുന്നല്ലേ വെക്കണത്? ഇത് ആവശ്യമുള്ളവർ വാങ്ങി കഴിച്ചാൽ മതി. ഇത് വേണ്ടുന്നവർ ഉപയോഗിച്ചാൽ മതി. വേണ്ടാത്തവരെ ഞാൻ വിളിച്ചു വരുത്തിട്ട് കൊടുക്കുന്നില്ലല്ലോ. എന്നെ തെരഞ്ഞു വരുന്നവർക്ക് ഞാൻ സാധനം കൊടുക്കുന്നത്. എല്ലോട് എത്ര കുടുംബം ഈ കാരണം ഇടങ്ങാറുണ്ട്, എത്ര കഷ്ടപ്പെടുന്നുണ്ട്, എത്ര കുടുംബം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അറിയാം. നിങ്ങൾ ആവശ്യത്തിന് ഇത് ഉപയോഗിച്ചാൽ മതിയല്ലോ. ആവശ്യമില്ലാത്ത സാധനം ഉപയോഗിക്കുമ്പോൾ പലതും തോന്നും, പലതും ചെയ്യും. ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയത് 10-40 കൊല്ലം, 12 വയസ്സ് തുടങ്ങിയതാ. എനിക്കിതുവരെ ഒരു പ്രശ്നമില്ലല്ലോ. എന്റെ കുടുംബം പോറ്റണമെങ്കിൽ എനിക്കിത് വിറ്റെങ്കിലേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് വേണോ? കൂടുതൽ വർത്തനം പറയണ്ട. ഞാനിത് വെക്കാൻ ചുരുട്ടി വെച്ച സാധനമാണ്. എന്നോട് ഇതിന്റെ മുന്നേ ഞങ്ങൾ വാണിംഗ് തന്നതാ, ഇതിവിടെ ചെയ്യരുത്, ഇവിടെ പാടില്ല. ഈ അങ്ങാടിയില് ഈ പ്രദേശത്ത് ഇവിടെ ഇനി സാധനം അതെങ്ങനെയാണെന്ന് എനിക്ക് ജീവിക്കണ്ടേ? എനിക്ക് ജീവിക്കാൻ തന്നെ വഴി. കാലങ്ങളായിട്ട് തന്നെയാണ് വിറ്റ് ജീവിക്കുന്നത്. ഈ ജീവിച്ചോ, പക്ഷെ അത് ഇവിടെ നടക്കൂല. ഇവിടെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിക്കോ. ഞാൻ അവിടെ പോവാനാ? എന്റെ നാട്ടിൽ നിന്ന് ഞാൻ എങ്ങോട്ട് പോവാനാ? എന്റെ നാട്ടിലെ ജനങ്ങൾ ഇടങ്ങാറുണ്ടാക്കണ്ടടാ. ഇനി ഓനക്ക് ആ പൂതി ഉണ്ടാവില്ല. മയക്കുമരുന്ന് വെക്കണേ
പുതിയോൻ ഇതോടെ നിർത്തും. ഇനി നാട്ടിൽ നിന്നല്ല, നമ്മളെ കേരളത്തിൽ മുഴുവൻ മയക്കുമരുന്ന് വിൽക്കണേ ഇവനെപ്പോലുള്ള നാറികളെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം. യുവാക്കൾ അടങ്ങുന്ന ഒരു കൂട്ടായ്മ. അതിലൂടെ മയക്കുമരുന്ന് എതിരെ പോരാടാൻ കഴിയണം. ഇവനെ പോലുള്ളവരെ നശിപ്പിക്കണം നമുക്ക്.